റമദാൻ 1 മാർച്ച് 11 തിങ്കളാഴ്ചയായിരിക്കുമെന്ന് ഗോളശാസ്ത്ര പ്രവചനം വന്നിരിക്കുകയാണ്. ഇത്തവണ ഗൾഫ് രാജ്യങ്ങളിൽ വ്രതാനുഷ്ഠാന സമയദൈർഘ്യം 13 മണിക്കൂറും ഏതാനും മിനിറ്റുകളുമായിരിക്കും. റമദാൻ മാസത്തിൽ ഇത്തവണ 30 ദിവസമുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ 9 ചൊവ്വാഴ്ച റമദാൻ 30 പൂർത്തിയാക്കി ഏപ്രിൽ 10 ബുധനാഴ്ചയാകും ചെറിയ പെരുന്നാൾ. സൗദി അറേബ്യ, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനോൻ, പലസ്തീൻ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ റമദാന്റെ തുടക്കത്തിൽ വ്രതാനുഷ്ഠാന സമയദൈർഘ്യം 13 മണിക്കൂറിൽ അല്പം കൂടുതലായിരിക്കും. രാജ്യങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് വ്രതാനുഷ്ഠാന സമയത്തിൽ ഏതാനും മിനിറ്റുകളുടെ മാറ്റമുണ്ടാകും. വ്രതാനുഷ്ഠാന സമയം അറബ് ലോകത്ത് ഈ വർഷം ഏറ്റവും കുറവ് കോമറോസിലെ മൊറോനിയിലായിരിക്കും. ഇവിടെയുള്ളവർക്ക് 13 മണിക്കൂറും 4 മിനിറ്റും വ്രതം അനുഷ്ഠിച്ചാൽ മതിയാകും. ദൈർഘ്യം കൂടുതൽ മൊറോക്കോയിലെ റബാത്തിലായിരിക്കും. ഇവിടെ വ്രതാനുഷ്ഠാനം 14 മണിക്കൂറും 23 മിനിറ്റുമായിരിക്കും. റമദാൻ മാസത്തിലെ രാജ്യങ്ങളുടെ ധന ഇടപാട് സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയവും സൗദി സെൻട്രൽ ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കുകളുടെയും ബാങ്കുകൾക്ക് കീഴിലെ റെമിറ്റൻസ് സെന്ററുകളുടെയും പേയ്മെന്റ് കമ്പനികളുടെയും മണി എക്സ്ചേഞ്ചുകളുടെയും പ്രവൃത്തി സമയമാണ് ഇപ്പോൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ അവധി ദിനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. റമദാനിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയായിരിക്കും ബാങ്കുകളുടെ പ്രവൃത്തി സമയം. മണി റെമിറ്റൻസ് സെന്ററുകളുടെയും പേയ്മെന്റ് കമ്പനികളുടെയും പ്രവൃത്തി സമയം ദിവസേന രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്. ഈ സമയക്രമത്തിനുള്ളിലെ 6 മണിക്കൂറിൽ പ്രവർത്തനം ക്രമപ്പെടുത്താൻ പറ്റും. ബാങ്കുകളുടെ ചെറിയ പെരുന്നാൾ അവധി റമദാൻ 26 മുതൽ ശവ്വാൽ 4 വരെയാണ്. ഇതുപ്രകാരം ഏപ്രിൽ 5 മുതൽ 13 വരെ അവധിയായിരിക്കും. ഏപ്രിൽ 14 ഞായറാഴ്ച മുതൽ ബാങ്കുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും. ഉമ്മുൽ കലണ്ടർ പ്രകാരമാണ് അവധി ദിനങ്ങൾ കണക്കാക്കുന്നത്. ബലിപ്പെരുന്നാൾ അവധി ദുൽഹജ് 8 ജൂൺ 14 മുതൽ ആരംഭിക്കും. ദുൽഹജ് 16 ജൂൺ 23 ഞായറാഴ്ച ബാങ്കുകൾ വീണ്ടും തുറക്കും. ഹജ്ജ് സിറ്റികളിലും പുണ്യസ്ഥലങ്ങളിലും മക്കയിലും മദീനയിലും അതിർത്തി പ്രവേശന കവാടങ്ങളിലും ഹജ്ജ്, ഉംറ തീർത്ഥാടകരുടെ സേവനത്തിന് ബാങ്ക്, മണി എക്സ്ചേഞ്ച്, പേയ്മെന്റ് കമ്പനി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കണം. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ബാങ്കുകളും മണി എക്സ്ചേഞ്ചുകളും മണി റെമിറ്റൻസ് സെന്ററുകളും പേയ്മെന്റ് കമ്പനികളും ഏതാനും ശാഖകൾ തുറക്കണമെന്നും നിർദ്ദേശമുണ്ട്.